ഹായ് ഓൾ, കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ 3 DSSC പേപ്പറായിട്ടുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ് പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. മൊഡ്യൂൾ 4 എത്തി നമ്മൾ. മൊഡ്യൂൾ 4ൻ്റെ യൂണിറ്റ് 15 എലിസബത്തൻ ഡ്രാമയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓൾറെഡി എലിസബത്തൻ ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അവിടുത്തെ ആൾക്കാരാവട്ടെ രാജ്ഞിയാവട്ടെ വളരെയധികം നാടകങ്ങൾ കാണുന്നതുമൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു. സോ എലിസബത്തൻ ഡ്രാമയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്, ദിസ് ഇറ റെപ്രസെൻറ്റഡ് ദി ഫുൾ ഫ്ലവറിംഗ് ഓഫ് ഇംഗ്ലീഷ് ഡ്രാമ കോയിൻസൈഡിങ് വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് പ്രൊഫഷണൽ പ്ലേ ഹൗസസ് ലൈക്ക് ദി തിയേറ്റർ ആൻഡ് ദി ഗ്ലോബ്. സോ എന്തുമാത്രം ആൾക്കാർ ഡ്രാമ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്തിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർമനൻ്റ് ആയിട്ടുള്ള പ്ലേ ഹൗസസ് അഥവാ നാടക നിലയങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ ഇതൊരു കാരണമായി. ദി തിയേറ്റർ, ദി ഗ്ലോബ് എന്നൊക്കെയാണ് തിയേറ്ററുകളുടെ പേര്. സോ ഈ രണ്ട് പേരും നല്ലപോലെ ഓർത്ത് വെച്ചേക്കുക. 2 പ്ലേ ഹൗസസ് ആയിരുന്നു, പെർമനൻറ്റ് പ്ലേ ഹൗസസ് ഉണ്ടായിരുന്നത്. ഓർമ്മയുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വണ്ടികളിലൊക്കെയാണ് നാടകങ്ങൾ കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിന് പകരം നാടകങ്ങൾ ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിയിരുന്നു എന്നുള്ളത് മാറി ആൾക്കാർ നാടകം കാണാൻ എത്താൻ തുടങ്ങി. സോ നമ്മൾ ഇന്ന് ഈ കാണുന്ന മൂവി തിയേറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ ഒരു ഉത്ഭവം എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്നുമാണ്. സോ the famous two professional playhouses were the theatre and the globe. Theatre became a popular entertainment for all social classes, from the groundlings who stood in the pit to the nobility in the galleries. നാടകം എന്ന് പറയുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റായി മാറി എല്ലാ സോഷ്യൽ ക്ലാസ്സസിനും. ഈവൻ ഗ്രൗണ്ട്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാലറി ഉണ്ടാവുമല്ലോ, നാടകം നടക്കുന്നത് കാണാൻ ആൾക്കാർ ഇരിക്കുന്ന, ഓഡിയൻസ് ഇരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ഇരുന്ന് കാണാൻ കാശില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പിറ്റായിട്ട് കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് നാടകങ്ങൾ കാണുന്നവരെയാണ് ഗ്രൗണ്ട്ലിങ്സ് എന്ന് പറയുന്നത്. അവർക്കാണ് ഏറ്റവും ചീപ്പ് റേറ്റിന് ടിക്കറ്റ് ഉണ്ടാവുക. ഒട്ടും അതിദാരിദ്ര്യം അല്ലെങ്കിൽ കാശൊന്നും അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണ് ഈ ഗ്രൗണ്ട്ലിങ്സ്. അവരവിടെ ഇരുന്ന് കാണാൻ തുടങ്ങും. ആൻഡ് ടു ദി നൊബിലിറ്റി ഇൻ ദി ഗാലറീസ്, കാശുള്ളവർ ഗാലറികളിൽ ഇരുന്ന് കാണും. കാശില്ലാത്ത ഗ്രൗണ്ട്ലിങ്സ് താഴെ പിറ്റിൽ നിന്നിട്ടാണ് നാടകങ്ങൾ കണ്ടാസ്വദിക്കുക. Acting became a professional trade with companies protected by royal patrons such as the Lord Chamberlain's men. ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട്, ദാറ്റ് വാസ് ഷേക്സ്പിയേഴ്സ് കമ്പനി. പിന്നീട് ആക്ടിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ട് തന്നെ മാറാൻ തുടങ്ങി. ചില കമ്പനികൾക്ക് റോയൽ പാട്രൺസ് തന്നെ ഉണ്ടായിരുന്നു. അതായത് രാജകൊട്ടാരത്തിൽ നിന്നും നേരിട്ട് ഈ നാടകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാശും അതിൻ്റെ ആക്ടേഴ്സിനുള്ള വേജസ്, സാലറിയും ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ലോർഡ് ചാമ്പർലൈൻസ് മെൻ എന്ന് പറയുന്നത്. ഷേക്സ്പിയറിൻ്റെ നാടക കമ്പനിയായിരുന്നു അത്, അല്ലെങ്കിൽ ഷേക്സ്പിയർ ഉൾപ്പെട്ടിരുന്ന നാടക കമ്പനി. പിന്നീട് ഷേക്സ്പിയർ അതിൻ്റെ മെയിൻ ആളായിട്ട് മാറുന്നുണ്ട്. പ്ലേ റൈറ്റ്സ് എക്സ്പെരിമെൻറ്റഡ് ബോൾഡ്ലി ബ്ലെൻഡിങ് ജോൺറസ്, ട്രാജഡി, കോമഡി, ഹിസ്റ്ററി ആൻഡ് എക്സ്പ്ലോറിംഗ് കോംപ്ലക്സ് ഹ്യൂമനിസ്റ്റ് തീംസ് ഓഫ് പവർ, ഐഡൻറ്റിറ്റി, ഫെയ്റ്റ് ആൻഡ് ഫ്രീ വിൽ. സോ ആ ഒരു സമയത്ത് നാടകകൃത്തുക്കൾ ഭയങ്കര ബോൾഡായിട്ട് ജോൺറെ ബ്ലെൻഡിങ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇതിന് മുന്നേ അവരെ ട്രാജഡികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർലി ട്രാജഡി ആയിരിക്കും, കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി കോമഡി ആയിരിക്കും, അല്ലെങ്കിൽ ഹിസ്റ്ററി അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കുഴച്ചെല്ലാം ചെയ്യാൻ തുടങ്ങി. അതായത് ട്രാജഡി കഥയാണെങ്കിൽ തുടങ്ങുന്ന സമയത്ത് കുറച്ച് കോമഡി കാര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ട്രാജഡിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് കോമഡിയിലോട്ട് വരിക. ഇങ്ങനെ ട്രാജഡി കോമഡീസ് ആവട്ടെ, ഹിസ്റ്ററിക്കകത്ത് ട്രാജഡിയും കൂടി ബ്ലെൻഡ് ചെയ്യുക, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇവർ ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു റിനൈസൻസ് സ്പിരിറ്റ് വന്നിട്ട് ഹ്യൂമനിസ്റ്റ് തീംസ്, ശരിക്കും മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സ്റ്റേജിൽ കാണിക്കാൻ തുടങ്ങി. പവർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഐഡൻറ്റിറ്റി ലോസിനെ പറ്റിയിട്ടും, വിധി, പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോന്നിനെ പറ്റിയിട്ടും നാടകങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ദി ഡോമിനൻ്റ് ഫോം ഓഫ് വേഴ്സ് വാസ് ബ്ലാങ്ക് വേഴ്സ്, unrhymed iambic pentameter, which offered a rhythm close to natural speech while maintaining poetic grandeur. ഈ അതിൻ്റെ നാടകങ്ങൾ എഴുതപ്പെട്ടിരുന്ന ഏറ്റവും വലിയ വേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് വേഴ്സ് ആണ്. അതായത് അയാമിക് പെൻറ്റാമീറ്റർ ആണ്, സ്ട്രെസ്ഡ് അങ്ങനെയായിരിക്കും വാക്കുകൾ ഉച്ചരിക്കപ്പെടുക. പക്ഷെ അതിനൊരു റൈം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും സ്ട്രെസ്സ് കഴിഞ്ഞ് അൺസ്ട്രെസ്ഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും കേൾക്കാൻ നമ്മൾ വർത്തമാനം പറയുന്നത് പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. എന്നാലൊരു പോയറ്റിക് ക്വാളിറ്റിയും ആ വാക്കുകൾക്കുണ്ടാവും. ഇനിയാണ് കീ ഫിഗേഴ്സ് ആൻഡ് കൺസെപ്റ്റ്സ്. ദി എലിസബത്തൻ തിയേറ്റർ, ദി ഫിസിക്കൽ സ്പേസ് വാസ് എ സർക്കുലർ ഓപ്പൺ ഇയർ
open air playhouse with a thrust stage that extended into the audience, creating an intimate and interactive experience. നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എലിസബത്തൻ തിയേറ്ററിൻ്റെ ഒരു ഫിസിക്കൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കിളിലാണ് നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ ഗെയിം അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗെയിം കാണുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. സർക്കുലർ സ്പേസ് ആയിരിക്കും. എന്നിട്ട് ഓപ്പൺ എയർ പ്ലേ ഹൗസസ് ആയിരിക്കും. മുകളിൽ മേൽക്കൂര ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇത് ജനങ്ങളുടെ അടുത്തേക്ക് വരെ എത്തുമായിരുന്നു. സോ അങ്ങനെ ജനങ്ങൾക്ക് വളരെ അടുത്ത് നിന്ന് തന്നെ നാടകം കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ പെർഫോമൻസസ് ടുക്ക് പ്ലേസ് ഇൻ ദി ആഫ്റ്റർനൂൺ യൂസിങ് നാച്ചുറൽ ലൈറ്റ്. നമുക്ക് ഇപ്പോൾ ഉള്ളതുപോലത്തെ ലൈറ്റിങ്ങും സൗണ്ട് എഫക്ട്സും ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ശരിക്കും നല്ല സൂര്യപ്രകാശമുള്ള സമയത്താണ് നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. ദെയർ വെയർ മിനിമൽ സെറ്റ്സ്, സോ ഡയലോഗ് വാസ് ക്രൂഷ്യൽ ഫോർ എസ്റ്റാബ്ലിഷിംഗ് സെറ്റിംഗ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ഏത് സ്ഥലത്താണ് കഥ നടക്കുന്നതെന്ന് പറയാനായിട്ട് ബാക്കിൽ കർട്ടൻ ഇടാനോ അതിനൊന്നും ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം മൊത്തത്തിലൊരു ഓപ്പൺ എയർ സ്റ്റേജിലാണല്ലോ കളിക്കുന്നത്. സോ ഡയലോഗുകൾ വെച്ചിട്ടാണ് ഓരോ സെറ്റിങ്ങും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു 100 പട്ടാളക്കാർ കൊല്ലപ്പെട്ട് വീണു എന്ന് കാണിക്കാൻ പറ്റില്ല. കുറേ പരിമിതികളുണ്ട്. ഒരാളുടെ ഡയലോഗിൽ നിന്നും അത് പറയും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് ഈജിപ്തിലാണെന്നുള്ളത് ഈജിപ്റ്റ് കാണിക്കാൻ പറ്റില്ല, ഡയലോഗ് വഴി അത് പറഞ്ഞ് മനസ്സിലാക്കും. This period saw the rise of the first celebrity playwrights and actors, and theatre became a central, though sometimes controversial part of London's cultural life. സോ ഈ ഒരു പോയിന്റ് മുതലാണ് നാടകത്തിൽ അഭിനയിക്കുന്നവരാവട്ടെ, നാടകങ്ങൾ എഴുതുന്നവരാവട്ടെ, അവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നത്. അല്ലെങ്കിൽ കഴിവുള്ളവരോട് ആൾക്കാർക്കൊരു ആരാധന തോന്നി തുടങ്ങുന്ന ഒരു പോയിന്റും ഇതാണ്. ഇനി മെയിൻ റൈറ്റേഴ്സ് നോക്കാം. വില്യം ഷേക്സ്പിയർ ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാടകകൃത്ത് എന്ന് തന്നെ പറയാം. അത് ഏത് ഭാഷയിലാവട്ടെ, ഏത് ഭാഷ എടുത്തു കഴിഞ്ഞാലും ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാടകകൃത്ത് അദ്ദേഹമാണ്. എന്തുമാത്രം ഫേമസ് ആണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എന്തുമാത്രം റെലവൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2025 പോലും നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഏതെങ്കിലും ഒക്കെ ഒരു വർക്കിൻ്റെ അഡാപ്റ്റേഷൻസ് കാണുന്നുണ്ട്. സോ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ടോപ്പിക്സാണ് അദ്ദേഹം ഡീൽ ചെയ്തിട്ടുള്ളത്. Then he is widely regarded as the greatest writer in the English language, a master storyteller, poet and psychologist of character. സോ ഇതൊക്കെയാണ് റീസൺസ്. അദ്ദേഹം ഒരു മാസ്റ്റർ സ്റ്റോറി ടെല്ലറാണ്. എങ്ങനെയാണ് കഥ പറയുന്നത്, എങ്ങനെ കഥ പറഞ്ഞ ആൾക്കാരെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് ഇരുത്താം, അതിൽ അദ്ദേഹം ഭയങ്കര അതിൽ തന്നെ അറിവുള്ളൊരു മനുഷ്യനായിരുന്നു. ദെൻ ഹി വാസ് എ പോയറ്റ് ടു. നമ്മൾ 2 പൊയട്രിയും കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 154 സോണറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഹി ഇസ് എ സൈക്കോളജിസ്റ്റ് ഓഫ് ക്യാരക്ടർ. പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഇൻ ഡെപ്ത് ഒരു സൈക്കോളജി അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ സൈക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഇൻ ഡെപ്തായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിരുന്നു ഷേക്സ്പിയർ. His works defined English drama for centuries. He expanded the potential of blank verse, created some of the most memorable characters in literature, and explored the full range of human experience with unparalleled depth. ഇതെല്ലാം വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഇന്നൊരു ദിവസം ഫുള്ളിരുന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹമാണ് ബ്ലാങ്ക് വേഴ്സിൻ്റെ യൂസ് വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് ആൾക്കാരെല്ലാം കവിതകൾ പാടി സംസാരിക്കുക എന്നുള്ളതല്ല, പാട്ടല്ല, ശരിക്കും മനുഷ്യരുടെ ഭാഷയിലാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ എഴുതി തുടങ്ങിയ വ്യക്തിയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിന് എന്തിനാ നമ്മൾ പോലും യൂട്യൂബ് റൂട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സാണ്. അത്രത്തോളം ഫേമസ് ആണ്. നമ്മൾ മലയാളികൾ പോലും അതൊരു സ്ലാങ് ടേമായിട്ട് എടുത്ത് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹിസ് മേജർ വർക്ക്സ് ആർ ട്രാജഡീസ്. നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങളാണ് ഹാംലെറ്റ്, ഒഥെല്ലോ, കിങ് ലിയർ, മാക്ബത്ത്. സോ ഈ നമ്മുടെ ഒഥെല്ലോയുടെ മലയാളം ട്രാൻസ്ലേഷൻ പോലെ വന്ന മൂവിയാണ് കളിയാട്ടം. ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ മാക്ബത്ത് ജോജി എന്ന് പറഞ്ഞിട്ട് മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മൂവി വരുന്നത് മാക്ബത്തിൻ്റെ ഒരു ചെറിയൊരു അംശം അതിൽ വരുന്നുണ്ട്. ദെൻ ഹാംലെറ്റ്, ഹൈദർ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി മൂവി, ഈവൻ നമ്മുടെ റോമിയോ ജൂലിയറ്റിൻ്റെ ഇഷ്ടം പോലെ അഡാപ്റ്റേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ കോമഡീസിൽ മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം, 12th നൈറ്റ്, മച്ച് അഡോ അബൌട്ട് നത്തിങ് ആൻഡ് ഹിസ്റ്ററി പ്ലേസ്, ഹെൻറി V, റിച്ചാർഡ് III ഒക്കെ ഷേക്സ്പിയറിൻ്റെ ഹിസ്റ്ററി പ്ലേസ് ആണ്. സോ ഷേക്സ്പിയർ 3 രീതിയിലുള്ള നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ട്രാജഡികൾ എഴുതിയിട്ടുണ്ട്, കോമഡികൾ എഴുതിയിട്ടുണ്ട്, ഹിസ്റ്ററി പ്ലേസ് എഴുതിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 37 പ്ലേസ് ആണ് അദ്ദേഹം ലൈഫ് ടൈമിൽ എഴുതിയിട്ടുള്ളത്. ലാസ്റ്റ് പ്ലേ എന്ന് പറയുന്നത് ദി ടെമ്പസ്റ്റ് ആണ്. ഞാൻ അത്രയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടില്ല. ഷേക്സ്പിയർ ആസ് എ ഡ്രാമാറ്റിസ്റ്റ് നമുക്ക് ഒരു വർക്ക് പഠിക്കാനുണ്ട്, ഹാംലെറ്റിൽ കുറച്ച് പോർഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഷേക്സ്പിയറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ദി യൂണിവേഴ്സിറ്റി വിറ്റ്സ്. ഇനി ഹൂ ആർ ദേ? ആരാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്? A group of pioneering classically educated playwrights from Oxford or Cambridge who professionalized London theatre in the 1580s or 90s. സോ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വിറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബുദ്ധിയുള്ള ആൾക്കാരെയാണ്. വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് എന്നതാണ് കേട്ടോ മീനിങ്. സോ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ചത് 2 യൂണിവേഴ്സിറ്റീസാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ലണ്ടനിലുണ്ടായിരുന്നത്, ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ്. സോ ഇവിടെ 2 സ്ഥലത്തും പോയി പഠിച്ച് അവിടെ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് നാടകകൃത്തുക്കളായ കുറേ വ്യക്തികളുണ്ട്. അവരെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ഹാസ് ഡൺ ദെയർ എഡ്യൂക്കേഷൻ അറ്റ് ഓക്സ്ഫോർഡ് ഓർ കേംബ്രിഡ്ജ് ആൻഡ് ലേറ്റർ കെയിം ഇൻ ടു ദി പ്രൊഫഷൻ ഓഫ് പ്ലേ റൈറ്റ്. അങ്ങനെ പ്ലേ റൈറ്റ്സ് ആയിട്ട് മാറുന്ന ആൾക്കാരെയാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, നമുക്ക് പേര് നോക്കാതെ. ദെൻ അവരുടെ കീ ഇൻഫ്ലുവൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ എലിവേറ്റഡ് ഇംഗ്ലീഷ് ഡ്രാമ ഫ്രം ഇറ്റ്സ് ക്രൂഡ് ബിഗിനിങ്സ്, പോപ്പുലറൈസിങ് ന്യൂ ജോണേഴ്സ് ലൈക്ക് ദി റിവെഞ്ച് ട്രാജഡി ആൻഡ് ഹിസ്റ്ററിക്കൽ എപ്പിക് ആൻഡ് പേവിംഗ് ദി വേ ഫോർ ഷേക്സ്പിയർ. സോ ഇനി നമ്മൾ ഷേക്സ്പിയറിനെ പറ്റി പറയുവാണെങ്കിൽ ഹി നെവർ റിസീവ്ഡ് എനി ഫോമൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ. ഷേക്സ്പിയർ ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ടില്ല. അദ്ദേഹം മനുഷ്യരെ കണ്ടു, മനുഷ്യരെ പറ്റി എഴുതാൻ തുടങ്ങി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണെങ്കിൽ അവർ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് ഒരുപാട് ഭാഷകളെ പറ്റി പഠിച്ചു, ആ ഭാഷയിൽ വരുന്ന സാഹിത്യത്തിനെ പറ്റി പഠിച്ചു. അങ്ങനെ ഇവരാണ് ഇംഗ്ലീഷുകാർ കണ്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളാണ്. ഇവിടെ ആകെ ഒരു മിസ്റ്ററി പ്ലേസ്, മൊറാലിറ്റി പ്ലേസ്, ഇത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ മീൻസ് ബ്രിട്ടീഷുകാർ കണ്ടിട്ടുള്ളൂ. ആ സമയം ഇവർ ഈ ഒരു യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആണ് പുറത്തുള്ള ഭാഷകൾ പഠിച്ചിട്ട് അവിടുത്തെ സാഹിത്യം പഠിച്ച് മനസ്സിലാക്കി അവിടെ നിന്നുമാണ് റിവെഞ്ച് ട്രാജഡി, ഹിസ്റ്ററിക്കൽ പ്ലേ ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സോ ഈ ഒരു റിവെഞ്ച് ട്രാജഡിയിൽ നിന്നുമൊക്കെയാണ് ഷേക്സ്പിയറും പിന്നീട് ഒരുപാട് നാടകങ്ങൾ എഴുതുന്നത്. ഇനി ആരൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സിലെ മെമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ വുഡ് ബി ക്രിസ്റ്റഫർ മാർലോ, ദി മോസ്റ്റ് ഫേമസ് ഓഫ് ദി ഗ്രൂപ്പ്, known for his mighty line of blank verse and his overreach heroes. സോ അദ്ദേഹം എന്തുകൊണ്ട് ഇത്രയും ഫേമസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പറ്റിയിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹി ഈസ് ദി മോസ്റ്റ് ഫേമസ് അമംഗ് ദി യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അദ്ദേഹം മൈറ്റി ലൈൻസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വരികളെ മൈറ്റി ലൈൻസ് എന്നാണ് പറയുക. ബ്ലാങ്ക് വേഴ്സിൻ്റെ ഏറ്റവും ഭയങ്കര മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട്. വലിയ കട്ടിയുള്ള വേർഡ്സാണ് അദ്ദേഹം എഴുത്തിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹിസ് ഹീറോസ് ആർ ഓൾവേസ് ഓവർ റീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകണം. അങ്ങനത്തെ തോട്ടുള്ള മനുഷ്യരാണ് ക്രിസ്റ്റഫർ മാർലോയുടെ വർക്കിനകത്ത്, നാടകങ്ങൾക്കകത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കീ വർക്ക്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഡോക്ടർ ഫോസ്റ്റേഴ്സ്, ടാമ്പർലൈൻ, ദി ജിയോ ഓഫ് മാൾട്ട. സോ ഈ ഡോക്ടർ ഫോസ്റ്റേഴ്സ് വളരെ ഫേമസ് ആണ്. ഈവൻ നമുക്കൊരു ഹോളിവുഡ് ഇംഗ്ലീഷ് മൂവിയുണ്ട്, ദി ഗോസ്റ്റ് റൈഡർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഡോക്ടർ ഫോസ്റ്റേഴ്സിൽ നിന്നുമാണ് ആ ഒരു സിനിമയുടെ ഐഡിയ ഒക്കെ വരുന്നത്. എന്തുമാത്രം അദ്ദേഹം പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ദെർ വാസ് എ ഡോക്ടർ, ഒരു സയൻറ്റിസ്റ്റ്, ഭയങ്കര ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നു. പഠിച്ച് ഈ ഭൂമിയിലൊന്നും പഠിക്കാനില്ല എന്നായപ്പോഴത്തേക്കും ബ്ലാക്ക് മാജിക് പഠിച്ച് സാത്താനെയൊക്കെ വിളിച്ചിട്ട് സാത്താൻ മീൻസ് ചെകുത്താന് സ്വന്തം സോള് വിറ്റിട്ട് അറിവ് നേടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അത്രയും എലിസബത്തൻ പീരീഡുള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ദെൻ തോമസ് കിഡ്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇതിലൊരു 3-4 പേരുടെയെങ്കിലും പേര് നമുക്ക് ഓർമ്മ വേണം. സോ ക്രിസ്റ്റഫർ മാർലോ എന്തായാലും ഓർമ്മ വേണം. ദെൻ വി ഹാവ് തോമസ് കിഡ്. ഹി റെവല്യൂഷനൈസ്ഡ് ഇംഗ്ലീഷ് ട്രാജഡി വിത്ത് ദി സ്പാനിഷ് ട്രാജഡി. സോ സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കാണ്. ഇറ്റ്സ് എസ്റ്റാബ്ലിഷ് ദി പോപ്പുലർ ജോൺറ ഓഫ് റിവെഞ്ച് ട്രാജഡി ഫുൾ ഓഫ് ഗോസ്റ്റ്, മാഡ്നസ് ആൻഡ് വയലൻറ്റ് സ്പെക്ടക്കിൾ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഇംഗ്ലീഷിലോട്ട് റിവെഞ്ച് ട്രാജഡി എന്നൊരു സംഭവം കൊണ്ടുവരുന്നത്. ഓക്കെ, അത് കൊണ്ടുവരിക മാത്രമല്ല അതിനെ പോപ്പുലറൈസ് ചെയ്യുന്നതാണ്. കൊണ്ടുവരിക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത് ജനകീയമാക്കിയത് അദ്ദേഹമാണ്. ഈ ഒരു ട്രാജഡിയാണ്, മാത്രമല്ല അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രതികാരത്തിൻ്റെ ഒരു കഥയും ഉണ്ടാവും. കുറച്ച് പ്രേതങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ ആൾക്കാർ തിരിച്ചു വരുന്നൊരു രീതിയുണ്ട്. മാഡ്നസ്, നമ്മൾ പറയത്തില്ല, ഭ്രാന്തമായിട്ടുള്ള ഇമോഷൻസ് കാണിക്കാറുണ്ട്. ആൻഡ് വയലൻറ്റ് സ്പെക്ടക്കിൾ, എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും കൊലപാതകവും ബ്ലഡ് ബാത്തും ഒക്കെ ആയിരിക്കും. അടുത്ത ഫിഗറാണ് ജോൺ ലില്ലി, നോൺ ഫോർ ഹിസ്, ആക്ച്വലി 7 പേരാണ് കേട്ടോ യൂണിവേഴ്സിറ്റി വിറ്റ്സ്. നോൺ ഫോർ ഹിസ് ആർട്ടിഫിഷ്യൽ ആൻഡ് വിറ്റി prose style called euphemism used in the sophisticated comedies for courtly audience such as Endymion and Campaspe. സോ ജോൺ ലില്ലിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്രോസ് സ്റ്റൈലായിരുന്നു. ഇപ്പോൾ ഡയലോഗ് തന്നെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരിക്കും. യുഫീസം എന്നാണ് അതിനെ പറയുന്നത്.
ഡയറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യത്തിന് അദ്ദേഹം വളച്ചൊടിച്ച് പറ്റില്ല എന്ന് പറയുന്നതിന് പകരം എന്തുമാത്രം ട്വിസ്റ്റ് ചെയ്ത് അതിനെ പറ്റില്ല എന്നുള്ള മീനിങ്ങിൽ എത്തിക്കാൻ പറ്റുമോ അതുപോലെ ആയിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു നോ പറയുന്നതിന് പകരം അദ്ദേഹം പറയുക, ഈ കടലിലെ എല്ലാ തിരമാലകളും നീ എണ്ണിത്തീരുന്ന ഒരു സമയമുണ്ടെങ്കിൽ അപ്പോൾ ഞാനത് പറയാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ പറയുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലിൽ അങ്ങനെയാണ് വരിക. സോ അതായിരുന്നു ജോൺ ലില്ലി. ദെൻ വി ഹാവ് റോബർട്ട് ഗ്രീൻ, എ പ്രൊലിഫിക് റൈറ്റർ നോൺ ഫോർ റൊമാൻറ്റിക് കോമഡീസ് ലൈക്ക് ഫ്രയർ ബേക്കൺ ആൻഡ് ഫ്രയർ ബൺഗെ ഫോർ ഹിസ് ഇൻഫേമസ് ക്രിറ്റിസിസം ഓഫ് ദി യങ് ഷേക്സ്പിയർ ആസ് ആൻ അബ്സ്റ്റാർട്ട് ക്രോ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റോബർട്ട് ഗ്രീൻ ഷേക്സ്പിയറിനെ അദ്ദേഹം കുറച്ചൊന്ന് പുച്ഛിച്ചിട്ടുണ്ട്. അതായത് യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി പഠിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് ഒരു ക്രോ ആണ്, അല്ലെങ്കിൽ ഒരു കാക്കേനെ പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റൊമാൻറ്റിക് കോമഡീസാണ് അദ്ദേഹം കൂടുതൽ എഴുതിയിട്ടുള്ളത്. ആൻഡ് വി ഹാവ് ജോർജ് പീൽ. സോ പീലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർസറ്റൈൽ dramatist who worked in various genres, known for plays like Arraignment of Paris and David and Bethsabe. കുറച്ചൊന്ന് ബൈബിൾ ക്യാരക്ടേഴ്സിനെയൊക്കെ എടുത്ത് വെച്ചിട്ട് നാടകം എഴുതിയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ജോർജ് പീൽ. പിന്നെ തോമസ് നാഷ് എന്നൊരു ഓഥർ കൂടെയുണ്ട്, യൂണിവേഴ്സിറ്റി വിറ്റാണ്. ഹി ഈസ് മോർ ഫേമസ് ഫോർ ഹിസ് ഫിയേഴ്സ് ഫാംലെറ്റ്സ് ആൻഡ് സറ്റർ ദാൻ ഹിസ് പ്ലേസ്. സോ ഹി കോൺട്രിബ്യൂട്ടഡ് ടു ദി ഡ്രാമാറ്റിക് സീൻ നൊബിലിറ്റി വിത്ത് സമ്മേഴ്സ് ലാസ്റ്റ് വിൽ, നോട്ടബ്ലി വിത്ത് സമ്മേഴ്സ് ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റമെൻറ്റ്. സോ ഇദ്ദേഹം നാടകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ഫേമസ് ആയത് സറ്റേഴ്സ് അല്ലെങ്കിൽ പാംഫ്ലെറ്റ്സ് നമ്മൾ ഈ നോട്ടീസ് പോലെ ഒപ്പീനിയൻസ് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ്. അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം കുറച്ചും കൂടി ഒന്ന് ഫേമസ് ആയത്. ദെൻ വി ഹാവ് ബെൻ ജോൺസൺ ആൻഡ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. ബെൻ ജോൺസനെ ഷേക്സ്പിയറിൻ്റെ റൈവൽ അല്ലെങ്കിൽ ശത്രു എന്നാണ് കണക്കാക്കിയിരുന്നത്. ഇവർ രണ്ടുപേരായിരുന്നു ആ സമയത്ത് രണ്ട് മെയിൻ എഴുത്തുകാർ. പരസ്പരം ഒരു ആരുടെ നാടകമാണ് കൂടുതൽ ഷോസ് കൊണ്ടുവരിക, അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. ജോൺസൺ വാസ് എ ലേൺഡ് ക്രിട്ടിക്കൽ ആൻഡ് ഹൈലി ഇൻ്റലക്ച്വൽ പ്ലേറൈറ്റ് ഹു ചാമ്പ്യൻ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് സറ്റർ. പ്രധാന ഇവർ തമ്മിലുള്ള വഴക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു റൈവലറിയുടെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ബെൻ ജോൺസൺ ഒത്തിരി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല ക്ലാസിക് വർക്കുകൾ പഠിച്ചിട്ട് അതുപോലെ എഴുതുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പം അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് ക്ലാസിക്കൽ വാല്യൂസ്, കുറേ യൂണിറ്റീസ് എന്ന് പറയും, ഡ്രമാറ്റിക് യൂണിറ്റീസ്, യൂണിറ്റി ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ, ഇതെല്ലാം വേണം. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്ലേസ് എഴുതേണ്ടതെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ബെൻ ജോൺസൺ. പക്ഷെ നമ്മുടെ ഷേക്സ്പിയറിന് അങ്ങനെയൊന്നുമല്ല. ഷേക്സ്പിയർ വളരെ സാധാരണ കോമൺ മനുഷ്യരെ പറ്റിയിട്ട് കോമൺ മനുഷ്യൻ്റെ ഭാഷയിൽ എഴുതിയിരുന്ന ഒരാളായിരുന്നു ഷേക്സ്പിയർ. സോ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ളൊരു ശത്രുത നല്ല ലെവലിൽ നീണ്ടു. ബിക്കോസ് ബെൻ ജോൺസൺ എപ്പോഴും ഷേക്സ്പിയറിനെയൊക്കെ കളിയാക്കുമായിരുന്നു. He is the foremost exponent of the comedy of humors. This style of comedy is based on the ancient medical theory that a person's temperament is governed by four bodily humors, and imbalance created a dominant, often ridiculous personal trait. So അദ്ദേഹം കൊണ്ടുവന്ന ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് കോമഡി ആയിരുന്നു കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ സ്റ്റൈൽ അദ്ദേഹം കൊണ്ടുവരുന്നത് തന്നെ ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്, മെഡിക്കൽ തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതിനകത്ത് പറയാം നമ്മുടെ ബോഡിയിൽ 4 ഹ്യൂമേഴ്സ് ഉണ്ട്, അഥവാ 4 ജ്യൂസസ് ഉണ്ട്. സോ ഇതെല്ലാം വെച്ചിട്ട് ആണ് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഈ 4 ജ്യൂസസും ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു ജ്യൂസിൻ്റെ ഇംബാലൻസ് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു റിഡിക്കുലസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ട്രേറ്റ് ഉണ്ടാവും, അതായത് ഒരു കോമഡി വരുന്നൊരു രീതിയിൽ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് 4 ഹ്യൂമേഴ്സാണുള്ളത്, ഞാനിവിടെ കൊടുത്തിട്ടില്ല എന്നാലും പറയുവാണ്. ബ്ലഡ് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമിസ്റ്റിക്കും ചിയർഫുള്ളും ആയിരിക്കും. ഓക്കെ, നമ്മൾ ഭയങ്കര ഓക്കെ ആയിരിക്കും. ദെൻ അഥവാ ഫ്ലാഗ്മാറ്റിക് എന്ന് പറയുന്നത് കാം ആൻഡ് അൺഇമോഷണൽ, നമുക്കൊരു ഇമോഷൻസ് ഉണ്ടാവത്തില്ല. പിന്നെ യെല്ലോ ബൈലുണ്ട്. യെല്ലോ ബൈൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആംഗ്രി ആയിരിക്കും, നമ്മൾ എപ്പോഴും ദേഷ്യത്തിലായിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ബ്ലാക്ക് ബൈലാണ്. ബ്ലാക്ക് ബൈൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സാഡ് ആൻഡ് ഡിപ്രസ്ഡ് ആയിരിക്കും. സോ ഇത് വെച്ചിട്ടാണ് അദ്ദേഹം പ്ലേസ് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് ആണ് വാൾപുൻ. ദെൻ ആൽക്കെമിസ്റ്റ്. ദി ആൽക്കെമിസ്റ്റ് നമ്മുടെ നോവൽ ആൽക്കെമിസ്റ്റ് അല്ല, ഇത് നാടകമാണ്. ഇദ്ദേഹം തന്നെ ബെൻ ജോൺസൺ തന്നെ എഴുതിയിട്ടുള്ള നാടകമാണ് ദി ആൽക്കെമിസ്റ്റ് ആൻഡ് എവരി മാൻ ഇൻ ഹിസ് ഹ്യൂമർ. സോ ഇത്രയും ഇദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് ആണ്. യൂണിറ്റ് 16 എലിസബത്തൻ പ്രോസ്. സോ നമ്മൾ എലിസബത്തൻ പോയട്രി പറഞ്ഞു, ഡ്രാമ പറഞ്ഞു, ഇനിയുള്ളതാണ് എലിസബത്തൻ പ്രോസ്.
പ്രോസ് എന്ന് പറയുമ്പോഴത്തേക്കും എസ്സേ പോലെ നമ്മൾ എഴുതുന്ന സംഭവങ്ങളാണ്. ദിസ് പീരീഡ് സോ ദി റൈസ് ഓഫ് പ്രോസ് ആസ് എ മീഡിയം ഫോർ എൻ്റർടൈൻമെൻറ്റ്, ആർഗ്യുമെൻറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ, മൂവിങ് ബിയോണ്ട് പ്യുവർലി റിലീജിയസ് ഓർ യൂട്ടിലിറ്റേറിയൻ പർപ്പസസ്. സോ ഈ ഒരു പോയിന്റ് എത്തി കഴിയുമ്പോഴത്തേക്കും മതത്തിനെ പറ്റിയിട്ട് മാത്രമല്ല ആൾക്കാർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും വാക്കുകൾ ഉപയോഗിച്ച് എഴുതാൻ തുടങ്ങി. The English language was being consciously refined and expanded, with writers experimenting with style and vocabulary. Key genres that emerged included the prose romance, the essay, and the most influential English translation of the Bible. സോ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നു. പുതിയ സ്റ്റൈലാവട്ടെ, പുതിയ വൊക്കാബുലറി ആവട്ടെ, കുറേ പുതിയ വാക്കുകൾ തന്നെ ഡിക്ഷണറിയിലോട്ട് സംഭാവന ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോയിന്റിൽ നടന്ന പ്രോസ് വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിളാണ്. ബൈബിൾ ഒരിക്കലും ഇംഗ്ലീഷിലല്ല ആദ്യമായിട്ട് എഴുതപ്പെട്ടിരുന്നത്, ഹീബ്രു ഭാഷയിലായിരുന്നു. ഹീബ്രു അഥവാ ഗ്രീക്ക് ഭാഷകളിലായിരുന്നു ബൈബിൾ ആദ്യമായിട്ട് എഴുതപ്പെട്ടിരുന്നത്. പിന്നീട് അതിന് ഇംഗ്ലീഷിലോട്ട് കുറേ ട്രാൻസ്ലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടിൻഡേൽ, കിങ് ജെയിംസിൻ്റെ ഒക്കെ വേർഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ നടക്കുന്ന സമയത്താണ്, എലിസബത്തിന് ഏജിൻ്റെ ഒരു സമയത്താണ് കുറച്ചും കൂടി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ആപ്റ്റായിട്ട് വരാൻ തുടങ്ങിയത്. ദെൻ പ്രോസ് റൊമാൻസസ് ടൈറ്റിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രോസ് റൊമാൻസസ് അതിൻ്റെ ഡെഫിനേഷൻ വരിക: ലോങ് ഇമാജിനേറ്റീവ് നറേറ്റീവ്സ് ഓഫ് ലവ് ആൻഡ് അഡ്വഞ്ചർ, ഓഫൻ വിത്ത് ഐഡിയലൈസ്ഡ് ക്യാരക്ടേഴ്സ് ആൻഡ് ഹൈലി കോംപ്ലെക്സ് പ്ലോട്ട്സ്. ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടുള്ള പ്ലോട്ട്സ് ആയിരിക്കും. എപ്പോഴും പ്രണയത്തിനെ പറ്റിയിട്ടും പ്രണയത്തിലുള്ള അഡ്വഞ്ചേഴ്സിനെ പറ്റിയിട്ടും ഭയങ്കര ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഭയങ്കര നന്മയുള്ള ക്യാരക്ടേഴ്സും ആയിരിക്കും ഈ ഒരു മോഡ് ഓഫ് റൈറ്റിങ്ങിനകത്ത് വരിക. They were a popular form of secular entertainment for the educated class and were important precursors to the modern novel. സോ ആക്ച്വലി നമുക്കിതൊരു എസ്സേ പോലെ എഴുതപ്പെട്ടു എന്ന് വേണം കരുതാൻ. അല്ലാണ്ട് ഈ ഒരു റൈറ്റിങ്സ് ആണ് നമ്മുടെ മോഡേൺ നോവൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന നോവലിൻ്റെ ഒരു ആദ്യത്തെ ഫോം എന്നൊക്കെ പറയുന്നത് ഇവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ വായിക്കുന്ന റൊമാൻസ് നോവൽസ് ഒക്കെ പോലെ തന്നെയാണ്. ജോൺ ലില്ലി നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട വ്യക്തിയാണ്, യൂണിവേഴ്സിറ്റി വിറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ യുഫിയസ് ദി അനാറ്റമി ഓഫ് വിറ്റ് എന്ന് പറയുന്നൊരു വർക്ക്, അതാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു യുഫിയസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക്. ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓർണമെൻറ്റേഷൻസ് ഒരുപാട് അധികം വാക്കുകൾ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് യുഫിയസ് എന്ന് പറയുന്നത്. അതിനകത്ത് യൂസ് ചെയ്ത ടെക്നിക് പറയുന്ന പേരാണ് യുഫിസം. സോ യുഫിസത്തിൻ്റെ ഒരു എക്സാമ്പിളിന് പറയാൻ പറ്റുന്നൊരു ഇതാണ് ഫേമസ് ലൈൻ ഡെമോൺസ്ട്രേറ്റിംഗ് റിജക്ഷൻ അല്ലെങ്കിൽ നോ പറയുന്നതിൻ്റെ ഒരു സംഭവമാണ്. ദ മൂൺ മേ ബോറോ ലൈറ്റ് ഫ്രം ദി സൺ, യെറ്റ് റിമൈൻസ് എ ഡാർക്ക് ബോഡി ഇൻ ഇറ്റ് സെൽഫ്. ഈവൻ സോ ദോ ഐ അഡ്മയർ ഹൈ വിർച്യൂസ്, മൈ അഫെക്ഷൻസ് ആർ ബട്ട് ഷാഡോഡ് ബൈ അനദേഴ്സ് സൺ. സോ എനിക്ക് ഇയാൾ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഒരു നോ പറയുന്നതാണ് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ചന്ദ്രൻ സൂര്യൻ്റെ കയ്യിൽ നിന്നുമാണ് ലൈറ്റ് കടമെടുക്കുന്നത്, എന്നിട്ടും അതിൻ്റെ കുറച്ച് പാർട്ടെങ്കിലും ചന്ദ്രൻ്റെ ഒരു വശം എന്താണ്, ഡാർക്കായിട്ടാണ് അപ്പോഴും ഇരിക്കുന്നത്. ഞാൻ താങ്കളുടെ പല സ്വഭാവങ്ങളും, വിർച്യൂസ് എന്ന് പറയുമ്പോൾ സ്വഭാവം, പല സ്വഭാവങ്ങളും എനിക്കിഷ്ടമാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? മറ്റൊരു സൂര്യനെയാണ്. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല എന്ന് പറയാൻ ഈസി ആയിട്ട് പറയുന്നതിന് പകരം ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പറയുന്നതിനാണ് യുഫിയസം എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ഫ്രാൻസിസ് ബേക്കണിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് അധികം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു വർക്ക് പഠിക്കാനുണ്ട്, അദ്ദേഹത്തിൻ്റെ കോർ ആയിട്ട് റീഡിങ്ങിനുള്ളതാണ്. ഹി വാസ് എ ഫിലോസഫർ, സയൻറ്റിസ്റ്റ്, സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ. അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേ. അപ്പോൾ ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം, സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം, സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് എസ്സേയുടെ പിതാവായിരുന്നു. He pioneered the modern essay form in English. His approach was pragmatic, worldly, and focused on civil and moral life, in contrast to the more flowery style of his contemporaries. അദ്ദേഹം എഴുതുന്ന സമയത്ത് തന്നെ എഴുതിയിരുന്ന പലരും നേരത്തെ പറഞ്ഞ പോലെ യുഫീസോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എലാബറേറ്റ് സ്റ്റൈൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പ്രാഗ്മാറ്റിക് ആയിരുന്നു, വളരെ ചുരുങ്ങിയ വേർഡ്സിൽ കൂടുതൽ കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട്. പിന്നെ മനുഷ്യൻ്റെ സാധാരണ സിവിൽ മോറൽ ലൈഫിനെ പറ്റിയിട്ടാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. നേരത്തെ പറഞ്ഞ പോലത്തെ വളരെ ഒരു ഫ്ലവറി ലാംഗ്വേജസ് ഒന്നും അല്ല അദ്ദേഹം യൂസ് ചെയ്തിരുന്നത്. മേജർ വർക്ക്സിൻ്റെ പേര് തന്നെ എസ്സേസ് എന്നാണ്. അത് 1597 എഡിഷൻ ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിന് 1612 ആയപ്പോൾ വീണ്ടും കുറച്ച് എസ്സേസ് കൂടി കൂട്ടിച്ചേർത്തു. 1625 വീണ്ടും കുറച്ച് എസ്സേസ് കൂട്ടിച്ചേർത്തു. പിന്നെ ഓൾസോ വേറൊരു എസ്സേയുടെ പേരാണ് ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്.
അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ളത് ദി ഓത്തറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ റിട്ടൺ ഇൻ 1611 ബൈ ദി കിങ് ജെയിംസ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ ദി കിങ് ജെയിംസ് ബൈബിൾ എന്നും പറയപ്പെടുന്നുണ്ട്. ആക്ച്വലി കിങ് ബട്ട് ഹി ഹാസ് കമ്മീഷൻഡ് ഫോർ ദിസ് ബൈബിൾ ടു ബി റിട്ടൺ. കിങ് ജെയിംസ് സ്വന്തം കയ്യിൽ നിന്ന് കാശ് ഇറക്കിയിട്ട് സ്പോൺസർ ചെയ്ത് കമ്മീഷൻ ചെയ്താണ് ഈ ഒരു ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തിക്കുന്നത്. ഇറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഫ്ലുവൻറ്റ് ബുക്ക് എവർ പബ്ലിഷ്ഡ് ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബൈബിളിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ട്രാൻസ്ലേഷനാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ട് മാറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കുമാണ് ഈ ഒരു കിങ് ജെയിംസ് ബൈബിൾ. ഇതിന് ലിംഗ്വിസ്റ്റിക്സുമായിട്ട് ഉള്ളൊരു ബന്ധം അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലാംഗ്വേജ് ആൻഡ് റിതം ഹാവ് ഹാഡ് എ പ്രൊഫൗണ്ട് ആൻഡ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ഓൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് സ്പീച്ച് ഫോർ സെഞ്ച്വറീസ്. എലിസബത്തൻ ഏജിലും ഇംഗ്ലീഷ് അത്രയ്ക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റാൻഡേർഡ് ഫോം ഒന്നും വന്നിട്ടില്ല. ബൈബിൾ ഇറങ്ങിയതിന് ശേഷം ബൈബിളിനകത്ത് എങ്ങനെയാണോ ഇംഗ്ലീഷ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു സ്റ്റാൻഡേർഡ് ഫോമായിട്ട് റിസീവ് ചെയ്യാൻ തുടങ്ങി. Then cultural. It shaped the moral imagination, language and common frame of reference for the English-speaking world. കൾച്ചറലി അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറാലിറ്റി, എന്ത് മോറൽ കോഡിലാണ് മനുഷ്യർ ജീവിക്കേണ്ടത് അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെയാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കേണ്ടത് എന്നൊരു ഐഡിയ വന്നു. ബൈബിളിൽ പറയുന്ന പോലെ നല്ല ഇടയന്മാർ അങ്ങനെ ജീവിക്കുക, നല്ല കുഞ്ഞാടുകളായിട്ട് ജീവിക്കുക എന്നുള്ളൊരു ലെവൽ വന്നു. Then stylistic, the translation aimed for a majestic, poetic and accessible tone, making it suitable for both public reading and private devotion. സോ ബൈബിൾ എഴുതപ്പെട്ടിട്ടുള്ള ഇതിന് നമുക്കൊരു വേദപുസ്തകം അല്ലെങ്കിൽ ഭക്തി എന്നുള്ള സംഭവം നിലനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ വായിക്കാം. അല്ലാണ്ട് ഒരു വർക്ക് നമ്മളൊരു നോവൽ വായിക്കുന്ന പോലെ വേണമെങ്കിലും ബൈബിൾ വായിക്കാം. ഈ ഒരു ഐഡിയ മനസ്സിലിട്ടുകൊണ്ടാണ് ഇവർ ഈ ഒരു ട്രാൻസ്ലേഷൻ കൊണ്ടുവരുന്നത്. ആക്ച്വലി 7 വർഷത്തോളം എടുത്ത് ഒരുപാട് സ്കോളേഴ്സും തിയോളജീഷ്യൻസും മതപണ്ഡിതന്മാരും ഒക്കെ കൂടി ഇരുന്നിട്ടാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ജോൺ ഡൺ ആൻഡ് ദി മെറ്റഫിസിക്കൽ പോയട്രി. സോ ഡണ്ണിൻ്റെ നമുക്കൊരു വർക്ക് പഠിക്കാനുണ്ട്. നമുക്ക് മെറ്റഫിസിക്കൽ പോയട്രിയുടെ കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കണം. ഇറ്റ്സ് പ്രൈമർലി ഏർലി 17th century. അതാണ് ഒരു പീരീഡ്. 17ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം തുടക്കഘട്ടങ്ങളിലാണ് മെറ്റഫിസിക്കൽ പോയട്രി എന്ന് പറയുന്നൊരു പോയട്രി ഉണ്ടായി വരുന്നത്. നോട്ടഡ് ഫോർ ഇറ്റ്സ് ഇൻ്റലക്ച്വൽ കോംപ്ലക്സിറ്റി, ഡ്രമാറ്റിക് എനർജി ആൻഡ് ഇൻവെൻറ്റീവ്, ഓഫൻ സർപ്രൈസിങ് യൂസ് ഓഫ് കമ്പാരിസൺസ് നോൺ ആസ് കൺസീറ്റ്സ്. ഈ ഒരു വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കൺസീറ്റ്സ്. എലിസബത്തൻ പോയട്രിയുടെ ഒരു പ്രത്യേകത ഓൾറെഡി പറഞ്ഞതാ, പേട്രൺസ് ഉണ്ടായിരുന്നു. ഞാനൊരാൾക്ക് കാശ് കൊടുത്ത് കമ്മീഷൻ ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ആ വ്യക്തി എന്നെ പറ്റിയിട്ട് പുകഴ്ത്തിയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് ഈ പുകഴ്ത്തി എഴുതലും കാര്യമായിട്ട് നിൽക്കുമ്പോൾ വേറൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. അവർ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കവിതകൾ എഴുതാൻ തുടങ്ങി. അവർക്ക് ആരെയും ഇംപ്രസ് ചെയ്യേണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ വളരെ ഇൻ്റലക്ച്വലി കോംപ്ലക്സ് ആയിട്ട് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ വെച്ചിട്ട് വായിക്കുന്നവരുടെ ഭയങ്കര സർപ്രൈസ്ഡായിട്ട് പോകുന്ന രീതിയിലുള്ള കമ്പാരിസൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവരെഴുതുക. അതിനെയാണ് കൺസീറ്റ്സ് എന്ന് പറയുന്നത്. വായിക്കുന്ന ആൾക്കാർക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടും സർപ്രൈസ് ആയിട്ടും ഒക്കെ തോന്നുന്നത്. ഉദാഹരണത്തിന് ഡണ്ണിൻ്റെ തന്നെ ഒരു കവിതയിൽ 2 ലവേഴ്സിനെ നമ്മൾ ഒരുപാട് തവണ സൂര്യനായിട്ടും താമരയായിട്ടും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ 2 കിളികളായിട്ട്, പൂക്കളായിട്ട്, പൂവും വണ്ടുമായിട്ടും ഒക്കെ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇമ്പമുണ്ട്, ഒരു രസമുണ്ട് കേൾക്കാൻ. പക്ഷേ ഡൺ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ കോമ്പസ് ഉണ്ടല്ലോ, പെൻസിൽ വെച്ചിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്, ആ കോമ്പസാണ് 2 ലവേഴ്സ് എന്നാണ് പറയുക. ഇപ്പോൾ 2 പേര്, ഒരാൾ കോമ്പസിൻ്റെ കുത്തുന്ന മുനയും ഒരാൾ ആ പെൻസിലും ആണെന്നാണ് പറയുന്നത്. സോ അത്രയ്ക്കും കോംപ്ലക്സ് ആയിട്ട് കേൾക്കുമ്പോഴത്തേക്ക് സർപ്രൈസ് തോന്നുന്ന കാര്യങ്ങളാണ് ജോൺ ഡണ്ണിനെ പോലെയുള്ള മെറ്റഫിസിക്കൽ പോയിറ്റ്സ് എഴുതുന്നത്. സോ ഇതിനെയാണ് മെറ്റഫിസിക്കൽ കൺസീറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ചേർത്ത് വെക്കാത്ത 2 കാര്യങ്ങൾ ഒന്നിച്ച് വെച്ച് കമ്പയർ ചെയ്ത് എഴുതുന്നത്. ദെൻ വി ഹാവ് തീംസ്. ആക്ച്വലി നമ്മൾ ഡണ്ണിൻ്റെ പോയട്രി പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നോക്കും. ലവ് ബോത്ത് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ, റിലീജിയൻ, ഡെത്ത് ആൻഡ് ദി നേച്ചർ ഓഫ് ദി ഹ്യൂമൻ സോൾ. സോ ഇവരുടെ തീംസ് വരുന്ന പ്രണയം ഒരു തീമാണ്. അതും മനുഷ്യരുടെ ഇടയിലുള്ള പ്രണയവും അല്ലെങ്കിൽ സ്പിരിച്വൽ, ദൈവത്തിനോടുള്ള സ്നേഹവും. അങ്ങനെ റിലീജിയനെ പറ്റിയിട്ടും ഇവർ എഴുതുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നമ്മൾ കണ്ടിട്ടുള്ള ഭക്തി കവിതകളെ പോലെ എപ്പോഴും ദൈവത്തിനെ പുകഴ്ത്തിക്കൊണ്ടായിരിക്കില്ല ഇവർ എഴുതുന്നത്. ഇവരുടെ വിശ്വാസവും കുറച്ച് കോംപ്ലക്സ് ആക്കിയിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക.
ദെൻ ഡെത്ത്, മരണത്തെ പറ്റിയിട്ടുണ്ട്. പിന്നെ മനുഷ്യൻ്റെ ഫുൾ ആത്മാവിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. യൂസസ് ആർഗ്യുമെൻറ്റേറ്റീവ് സ്ട്രക്ചർ. ഒരു കവിതയിൽ എപ്പോഴും നറേറ്റീവ് സ്ട്രക്ചറാണ് പൊതുവിൽ കണ്ടുവരിക. ഇവർ ആർഗ്യുമെൻറ്റ്, ആരോട് വഴക്കിടുന്ന പോലെ കവിതകൾ എഴുതാറുണ്ട്. ദെൻ പാരഡോക്സസ്, ഒരുപാട് ഓക്സിമോറോൺസ് ഒക്കെ യൂസ് ചെയ്യും. അതായത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയും. ഈ ഇരുട്ടിന് എന്തൊരു പ്രകാശമാണ്, അല്ലെങ്കിൽ ഈ പ്രകാശത്തിന് എന്തൊരു ഇരുട്ടാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞോളെ. ദെൻ കൊളോക്കിയൽ ലാംഗ്വേജ്, മനുഷ്യർ വളരെ ലോക്കലായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഭാഷ എന്താണോ അതിലൊക്കെ ആയിരിക്കും ഇവർ എഴുതിയിട്ടുണ്ടാവുക. ഓഫൻ ബ്രേക്കിംഗ് ഫ്രം ദി സ്മൂത്ത് കൺവെൻഷൻസ് ഓഫ് എലിസബത്തൻ വേഴ്സ്. സോ എലിസബത്തൻ പോയിട്രിയുടെ പ്രത്യേകത വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ സ്റ്റാർക്ക് ഓപ്പോസിറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ദെൻ ദി കീ ഫിഗേഴ്സ്, ജോൺ ഡൺ. ജോൺ ഡണ്ണിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതലും നോക്കുന്ന സമയത്ത് നോക്കാം, അതായത് കവിത പഠിക്കാനുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള പോയിട്രിയിൽ വരുന്ന ദി ഗുഡ് മോറോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. ദെൻ ഡിഫൈനിങ് മെറ്റഫിസിക്കൽ കൺസീറ്റ്, പറഞ്ഞ കാര്യം തന്നെയാണ്. ആൻ എക്സ്റ്റൻഡ് മെറ്റഫർ ദാറ്റ് എസ്റ്റാബ്ലിഷ് എ സ്റ്റാർട്ട്ലിംഗ് ഓഫ് എൻ എലാബറേറ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു വാസ്റ്റ്ലി ഡിഫറെൻറ്റ് തിങ്സ്. രണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്നിച്ച് വെച്ചിട്ട് പറയുന്നതാണ്. സോ ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണിത്. ഇൻ വാലിഡിഷൻ ഫോർബിഡിങ് മോർണിംഗ് ഡൺ കമ്പയർസ് ദി സോൾ ഓഫ് 2 ലവേഴ്സ് ടു ദി 2 ലെഗ് ഓഫ് ഡ്രോയിങ് കോമ്പസ്. സോ കോമ്പസിൻ്റെ രണ്ടറ്റമാണ് 2 ലവേഴ്സ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹമാണ്, ജോൺ ഡൺ ആണ് ദി ഫാദർ ഓഫ് മെറ്റഫിസിക്കൽ പോയട്രി എന്നും അറിയപ്പെടുന്നത്. സോ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ദി ഗുഡ് മോറോ നോക്കുന്ന സമയത്ത് നോക്കുന്നതായിരിക്കും. ദെൻ വി ഹാവ് ജോർജ് ഹെർബർട്ട്, എ ഡിവോഷണൽ പോയറ്റ് ഹൂസ് വർക്ക് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് intrinsic wordplay, visual shape, as in Easter wings, and quite personal struggle with faith. His major collection is The Temple. സോ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഏറ്റവും കൂടുതൽ, അതായത് ജോർജ് ഹെർബർട്ടിൻ്റെ കവിതയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്തിയുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ്. എങ്ങനെയാണ് ദൈവത്തിൽ വിശ്വസിക്കേണ്ടത്, മതം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് തോട്ട്സൊക്കെയാണ് ജോർജ് ഹെർബർട്ടിൻ്റെ കവിതയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതും മെറ്റഫിസിക്കൽ രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക. ദെൻ വി ഹാവ് ആൻഡ്രൂ മാർവൽ. ഒരു ക്ലാസിക്കൽ ബാലൻസുമായിട്ട് ചേർത്തിട്ടാണ് അദ്ദേഹം, അതായത് പണ്ട് കാലത്ത് ഗ്രീക്കിലൊക്കെ എങ്ങനെയാണോ കവിതകൾ എഴുതിയിരുന്നത് അതുപോലെ എഴുതാൻ ശ്രമിച്ച ഒരു വ്യക്തി കൂടെയാണ് ആൻഡ്രൂ മാർവൽ. ദെൻ വി ഹാവ് ഹെൻറി വോൺ, എ റിലീജിയസ് പോയറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെർബർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ജോർജ് ഹെർബർട്ടിനെ പോലെ തന്നെ ഒരു മതപരമായിട്ടുള്ള മെറ്റഫിസിക്കൽ കവിതകൾ എഴുതിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ചൈൽഡ്ഹുഡ് ഇന്നസെൻസിനെ പറ്റിയിട്ടും സ്പിരിച്വൽ ഇല്യൂമിനേഷൻ, നമ്മളെങ്ങനെയാണ് കുഞ്ഞിനെ മുതൽ വളർന്നു വന്നിട്ട് അവസാന കാലഘട്ടത്തിൽ നമ്മളിപ്പോഴാണ് ഒരു സ്പിരിറ്റിൻ്റെ അല്ലെങ്കിൽ ഗോഡ് സ്പിരിറ്റിൻ്റെ അടുത്ത് എത്തുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കളക്ഷൻ്റെ പേരായിരുന്നു സൈലക്സ് സ്കിൻഡിലാൻസ്. ദെൻ വി ഹാവ് റിച്ചാർഡ് ക്രാഷ, നോൺ ഫോർ ഹിസ് എക്സ്റ്റാറ്റിക്, ഫ്ലാംബോയൻറ്റ് ആൻഡ് ഓഫൻ സെൻഷ്യൂസ് റിലീജിയസ് പോയട്രി റിഫ്ലക്റ്റിംഗ് ഹിസ് കാത്തലിക് മിസ്റ്റിസിസം. സോ അദ്ദേഹം കാത്തലിക് ആയിരുന്നു, അതിനെപ്പറ്റി വളരെ എക്സ്റ്റസി, ഒരു ട്രാൻസ് രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. സോ ഇത്രേ ഉള്ളൂ മെറ്റഫിസിക്കൽ പോയിറ്റ്സും വരുന്നത്. 2-3 പേരുടെ പേര് ഓർത്ത് വയ്ക്കുക. ജോൺ ഡൺ നമ്മൾ എന്തായാലും ബൈ ഹാർട്ടഡ് ആവും. സോ ഒരു ആൻഡ്രൂ മാർവലിനെയെങ്കിലും ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ മൊഡ്യൂൾ 4 വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്കിതിൻ്റെ കുറച്ച് കോർടെക്സ്റ്റുകളുണ്ട്, അത് നമുക്ക് ഉടനെ തന്നെ നോക്കാം. ഞാനൊന്ന് റഷ് ചെയ്ത് പറഞ്ഞ് ഒറ്റ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ തീർക്കാം, ഇത്രയും യൂണിറ്റ്സും തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടേക്കുക, കമൻറ്റ് ഇട്ടേക്കുക, നമുക്ക് നോക്കാം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.